ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനീസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോളൂ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ്. പെപ്പർ ചിക്കൻ ഇത് എല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടികൾക്ക് ഇഷ്ടമാണ്. റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഓർഡർ ചെയ്യുന്ന ഒരു ഡിഷാണ് പെപ്പർ ചിക്കൻ. എന്നാൽ അത് കുക്കറിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മസാലകൾ അധികം ഒന്നും തന്നെ ഇല്ല. പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് ഒരു നല്ല ഒരു എന്താ പറയുക, ആ ഒരു ഫീല് തന്നെ പെപ്പർ ചിക്കൻ്റെ വളരെ ഡിഫറെൻ്റ് ആണ്. അത് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആ ഒരു അവർക്കത് വിട്ട് കളിക്കാനേ പറ്റില്ല. പെപ്പർ ചിക്കൻ്റെ അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ പല വിധത്തിലുള്ള ചിക്കൻ നമ്മൾ ട്രൈ ചെയ്താലും പെപ്പർ ചിക്കനിന് അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ അത് തന്നെ ഓർഡർ ചെയ്യുള്ളൂ. അപ്പോൾ വീട്ടിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു സൈഡ് ഡിഷ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പെപ്പർ ചിക്കൻ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, വരൂ നമുക്ക് കാണാം. അപ്പം നമുക്ക് തുടങ്ങാം. കുക്കറിൽ നോർമലായിട്ടുള്ള കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 1/2 കിലോളം ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. യെസ്, ഇത് ചെറിയ ഉള്ളിയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ നന്നായിരിക്കുള്ളൂ. എന്താ കാരണം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ആ ടേസ്റ്റ് കിട്ടില്ല. ഒരു മീഡിയം സൈസ് സവാളയും ഒരു 1/2 കിലോ ചെറിയ ഉള്ളി നീളത്തിൽ മുറിച്ച് വെച്ചതും കൂടിയിട്ടാണ് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിലൊരു കോംപ്രമൈസ് നിങ്ങൾ കാണിക്കരുത്. അപ്പോഴേ ആ പെപ്പർ ചിക്കൻ്റെ രുചി റെസ്റ്റോറൻറ്റ് പോലെ നിങ്ങൾക്ക് വരുള്ളൂ. കുറച്ച് കഴിഞ്ഞ് അതൊന്ന് ഒരു ലൈറ്റ് പിങ്ക് ആവുമ്പോൾ നമ്മൾ കരിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി വലിയ സ്പൂണിന് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. ഇത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. വലിയ സ്പൂണിന് 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 സ്പൂൺ ജീരകപ്പൊടി. ഓക്കെ, ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുന്നു. നല്ല പോലെ നമ്മുടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, ഇനി എല്ലാം തന്നെ മീഡിയം ഫ്ലെയിമാണ്, ഹൈ ഫ്ലെയിമിലേ നമ്മൾ കളിക്കുന്നില്ല. നല്ല പോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പച്ച മണം പോകുന്ന വരയ്ക്കും അതൊന്ന് നന്നായിട്ട് ഒന്ന് ആവട്ടെ. ഇനി നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. ഒരു വലിയ സ്പൂണിന് 1 സ്പൂണ് മുഴുവനായിട്ടുള്ള കുരുമുളക് മിക്സിയിൽ ഇട്ട് കൊടുക്കുക. അതേമാതിരി തന്നെ ഒരു 1/2 സ്പൂണോളം ഉള്ള പെരുംജീരകം, ഓക്കെ, സാധാരണ ജീരകമല്ല പെരുംജീരകം ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ആ പൊടി ഈ നന്നായിട്ട് മൂത്ത് കിടക്കുന്ന ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഇട്ട് കൊടുക്കുന്നതാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വരുന്ന നമ്മുടെ പെപ്പർ ചിക്കൻ്റെ ആദ്യത്തെ ഘട്ടത്തിലുള്ള ആ ഒരു മസാലയും ടേസ്റ്റും. ഈ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാം. ഈ ഒരു പൊടി സൂപ്പർ ആയിട്ടുള്ള ഡിഫറൻസ് ആയിരിക്കും നിങ്ങളുടെ ചിക്കനിന് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. എല്ലാ മസാലയും നന്നായിട്ട് ഉള്ളിയിലും എല്ലാം നന്നായി പിടിക്കണം. ഇതുപോലെ ആയിരിക്കണം ഉള്ളി ഉണ്ടാവേണ്ടത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ, ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള 1 കിലോ ചിക്കൻ കുക്കറിലേക്ക് ഡയറക്റ്റായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഈ മസാല കൂടെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കുക്കറിലേക്ക് ഒരു 1/2 കപ്പ് മാത്രം വെള്ളം ഒഴിക്കുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് കൊഴുക്കനുള്ള ഗ്രേവിയാണ് വേണ്ടത്. എന്നിട്ടേ നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ കുക്കർ അടച്ചു വെക്കുന്നു, ഇളക്കുന്നു, കുക്കർ അടച്ചു വെക്കുന്നു, ഒരു 4-5 വിസിൽ കൊടുക്കുന്നു. എനിക്കൊരു 4-5 വിസിൽ തന്നെ ധാരാളം മതിയായിരുന്നു. എന്നിട്ട് കുക്കർ തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു കൊഴുക്കനുള്ള ഗ്രേവിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു കുക്കർ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് അത് തിളപ്പിച്ചു ഇരുന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് വറ്റൽ മുളകും കരുവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുക. അതിലേക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുക്കറിൽ ഉള്ള ചിക്കനെ ഗ്രേവിയോട് കൂടിയിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. ആ എണ്ണയിലേക്ക് ഈ ഗ്രേവി തട്ടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് പതപതാന്നും പറഞ്ഞ് അങ്ങോട്ട് തിളയ്ക്കണം.
ഇതൊക്കെയാണ് നമ്മുടെ പെപ്പർ ചിക്കനെ അടിപൊളിയാക്കുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു ലൈറ്റ് ബ്രൗണിഷ് ഇല്ലെങ്കിൽ ഒരു യെല്ലോ കളറായിട്ട് നിങ്ങൾക്ക് തോന്നിക്കും. പക്ഷേ ക്രമേണ അത് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു പെപ്പറിൻ്റെ ഫീൽ വരും. ഇനി നമ്മൾ ഒരു 2-3 സ്പൂണ് നിങ്ങൾക്ക് പെപ്പറിൻ്റെ എരിവിനനുസരിച്ചിട്ട് പെപ്പർ പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഡ്രൈ ആയിട്ട് ഉള്ള പെപ്പർ ചിക്കൻ നിങ്ങൾക്ക് റെഡി ആയിരിക്കും. ഇതിൻ്റെ മുകളിൽ നല്ല അസൽ ചോപ്പ് ചെയ്തിട്ടുള്ള കൊറിയാൻഡർ ലീവ്സ്, മല്ലിയില തൂവി കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് പാത്രപാകം വരാൻ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള പെപ്പർ ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാലും പോരാ. പെപ്പർ ചിക്കൻ ഫാനാണ് കണ്ണേട്ടൻ. സൂപ്പറായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. ഓക്കെ, പെപ്പർ ചിക്കൻ്റെ ആരാധകനായ കണ്ണേട്ടന് എന്ത് പറയാനുണ്ട്? നീ ഇതിനു മുമ്പ് പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ ഡ്രൈ ആയിരുന്നു. അതെ, ഗ്രേവി ചെയ്യുമ്പോൾ സൂപ്പറായിരുന്നു. ഗ്രേവി ആയിട്ട് ചെയ്യാൻ കാരണം മനുവിന് പല്ല് കെട്ടിയില്ലേ, പല്ല് ബ്രേസസ് അല്ലേ, അപ്പൊ അവന് കഴിക്കാൻ ബുദ്ധിമുട്ട് എന്നുള്ളതുകൊണ്ട് ആണ് ഞാൻ ലൈറ്റ് ഗ്രേവി ആക്കിയത്. നല്ല പെപ്പർ എന്ന് പറയുമ്പോഴേ അമ്മയുടെ അഭിപ്രായം അപ്പോ നമുക്ക് തുടങ്ങാം. അടിപൊളി. എന്തായാലും ഊണ് കഴിക്കാൻ ഗുരുവായൂർ പ്രതീക്ഷേട്ടനെ വിളിക്കണം. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, രണ്ടും ഇഷ്ടാവും. വീണ്ടും നമുക്ക് നാളെ കാണാം. Till then, take care and bye bye. Winnie's Kitchen.